സ്റ്റെഫിൻ കൂടി ചേർന്നുണ്ട്. സ്റ്റെഫിൻ, അങ്ങനെ പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നേരത്തെ കണ്ട സംയമന കാഴ്ചകളല്ല, പോലീസ് ഉടനടി നടപടി സ്വീകരിക്കുന്നു. എത്ര പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? പ്രതീക്ഷ സമീപകാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതീവ സംഘർഷഭരിതമായി സെക്രട്ടേറിയറ്റിന്റെ പരിസരം മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടിയർ ഗ്യാസ് ഏന്തിയ പോലീസുകാർ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആകെ ഗതാഗത കുരുക്കാണ്. അപ്രതീക്ഷിതമായിട്ടാണ് KSUവിന്റെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. 2 വാഹനത്തിൽ KSUവിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ഈ പ്രവർത്തകർ ഇങ്ങനെ എത്തി വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പോലീസിനും വലിയ വിവരമുണ്ടായിരുന്നില്ല. നേരത്തെ നിയമസഭയ്ക്ക് മുന്നിലായിരുന്നു അതീവ നാടകീയമായ രംഗങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ പ്രവർത്തകർ ഈ MG റോഡിലേക്ക് വന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, MG റോഡിലേക്ക് ഗതാഗത തടസ്സമുണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾ അതീവ സങ്കീർണമാകും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെല്ലാം തന്നെ ഇപ്പോഴും KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പലരെയും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല. സംഘർഷം ഒഴിഞ്ഞുവെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെ നിൽപ്പുണ്ട്. പോലീസും ഏതായാലും മുന്നുറപ്പിച്ച് തന്നെയാണ് പരമാവധി പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക. നമുക്ക് ആ വാഹനത്തിൽ കാണാൻ കഴിയും. പ്രവർത്തകരെല്ലാം തന്നെ കുറേ പ്രവർത്തകരെ 3 വാഹനങ്ങളിലായി 3 പോലീസിൻ്റെ ബസ്സുകളിലായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവരെല്ലാം എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. വലിയ സംഘർഷം ഉണ്ടാക്കിയ പ്രവർത്തകരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വശത്ത് നടക്കുന്നു. കാരണം MG റോഡ് പരിസരത്ത് 2 ഭാഗങ്ങളിലും ഇപ്പോൾ ഏതാണ്ട് നേരിയ തോതിലെങ്കിലും ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ സംഘർഷഭരിതമായി കാര്യങ്ങൾ എത്തുന്നതിന് ഒരു സ്ഥിതി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും നേരിയ തോതിലെങ്കിലും ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം പ്രവർത്തകരെല്ലാം 2 ഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഏതായാലും റോഡിൽ മറ്റ് ഗതാഗത തടസ്സം ഒന്നും തന്നെ ഇപ്പോൾ വലിയ തോതിലില്ല. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പോലീസിന് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഉണ്ട്. അവരെല്ലാം തന്നെ പിരിഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമുക്ക്. അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം അത് ഫലം കാണുന്നു അല്ലേ? ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ ഇനി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് എത്ര കാലം കൊണ്ട് മാധ്യമപ്രവർത്തകർ ഒരു മാർച്ച് കടന്നു വരുമ്പോൾ ആ മാർച്ചിനെ തുടക്കത്തിലെ നേരിടുന്ന കാഴ്ച നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മാർച്ച് നിയമസഭയിലേക്ക് മുന്നിലെത്തുമ്പോൾ തുടർച്ചയായിട്ട് ജലപീരങ്കി പ്രയോഗിക്കുക. ഞങ്ങളുടെ ഉദ്ഘാടനം കഴിയുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ലാത്തി ചാർജ് നടത്തുക. ഞങ്ങളുടെ പ്രവർത്തകരെ, വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അതിക്രൂരമായിട്ട് നേരിടുക. കേരളത്തിലുടനീളം പോലീസ് രാജ് ഈ സർക്കാരിനെങ്കിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലും ഈ സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കാൻ കേസ് തയ്യാറല്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചും വിലങ്ങണിയിച്ചും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച SHO ഷാജഹാൻ ഇവിടുത്തെ അധികാര തണലിൽ കേരളത്തിൻ്റെ പോലീസ് സേനയ്ക്കുള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ കേരളത്തിലെ തെരുവീതികളിൽ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഷാജഹാനെ സസ്പെൻഡ് ചെയ്യണം. ഷാജഹാനെ സസ്പെൻഡ് ചെയ്യണം. ഇത്തരത്തിൽ തീവ്രവാദികളോട് പെരുമാറുന്ന കണക്ക് വിദ്യാർത്ഥി നേതാക്കളോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഏതെങ്കിലും കൊലപാതക കേസിൽ പ്രതിയല്ല, അവരേതെങ്കിലും ബോംബാക്രമണ കേസിൽ പ്രതിയല്ല. അവർ പ്രതിചേർക്കപ്പെട്ടത് എങ്ങനെയാണ്? വിദ്യാർത്ഥി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട SFI KSU വിദ്യാർത്ഥി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട അവരെ മുഖംമൂടി ധരിപ്പിച്ചും അവരെ വിലങ്ങണിയിച്ചും അവരെ കോടതിയിൽ ഹാജരാക്കിയ SHO ഷാജഹാനെ പുറത്താക്കും വരെ കേസ് സമരം തുടരും. അത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനം. നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് ആ പോരാട്ടം തുടരുമ്പോൾ തെരുവിൽ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ KSU പ്രവർത്തകരും വലിയ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഏതായാലും സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് മടങ്ങുന്നുവെങ്കിൽ പോലും ഇനിയും തെരുവുകളിൽ കാണാം. ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ അത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോപു നെയ്യാർ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചത്. ഇപ്പോൾ ഏതായാലും കുറച്ച് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അവിടെ കൂടി നിന്ന പ്രവർത്തകരെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക്, സെക്രട്ടേറിയറ്റിൻ്റെ സമര കവാടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഏതായാലും പ്രവർത്തകരെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. ഏതായാലും സമരം ഒടുങ്ങി എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഇനി വരുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും അയവില്ല. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, കഴിഞ്ഞ അടുത്തിടെ നിന്ന് കാണാത്ത വിധം വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏറെ നേരം നിയമസഭയ്ക്ക് തൊട്ടു മുൻപിൽ വലിയ സമരം കണ്ടു. ആ സമരത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ടാണ് അറിയിപ്പൊന്നും നൽകാതെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയത്. അവിടെ നിന്നും ഉടനടി പോലീസ്
ഇടപെടുകയും പ്രവർത്തകരെ കിട്ടാവുന്ന പ്രവർത്തകരെയൊക്കെ തന്നെ വാഹനത്തിനുള്ളിലേക്ക്, അതിൽ കേസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയൊക്കെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എത്ര പ്രവർത്തകനി അവിടെ ഉണ്ട്? ബാക്കി ശേഷിക്കുന്ന ആളുകളൊക്കെ തന്നെ മുതിർന്ന നേതാക്കൾ എത്തുമ്പോൾ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവുകയാണോ? അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സെക്രട്ടേറിയറ്റ് പരിസരം എത്തുന്നുണ്ടോ? KSU പ്രവർത്തകർ ഇപ്പോൾ തിരിച്ച് പാളയം ഭാഗത്തേക്ക് നടക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. അവരെ അനുഗമിച്ചുകൊണ്ട് കുറച്ച് പോലീസുകാരും അവരുടെ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് നിയമസഭയുടെ ഭാഗത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അവർ പ്രകടനമായി വന്നപ്പോൾ ചില അതിക്രമങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലുള്ള SFI പ്രവർത്തകർ പറയുന്നത് അവിടേക്ക് കല്ലെറിഞ്ഞു എന്നാണ്. അതിൽ പ്രതിഷേധിച്ച് അവിടെ SFI പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനി അവിടെ നിന്ന് ഇവർക്ക് നേരെ SFIയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം വല്ലതും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അവരെ പിന്തുടർന്ന് പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ഏതാണ്ട് 1.5 ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാന്തമാണ് അന്തരീക്ഷം എന്ന് ഏറെക്കുറെ നമുക്ക് പറയാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് സമരം ചെയ്യുന്ന KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെ ഉള്ള ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മുതിർന്ന ചില നേതാക്കൾ അവിടേക്ക് എത്തി. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ ചില നേതാക്കൾ, തലസ്ഥാനത്തെ നേതാക്കൾ എത്തിയ ശേഷമാണ് പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറായത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ, അനന്തം പറഞ്ഞതുപോലെ തന്നെ ഇവരിപ്പോൾ നടന്നു നീങ്ങുന്നത് പാളയം ഭാഗത്തേക്കാണ്. പാളയം ഭാഗത്തേക്ക് പോകുമ്പോൾ സെക്രട്ടേറിയറ്റ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് SFIക്കാർ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. SFIക്കാർ ആരോപിക്കുന്നത് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കല്ലെറിഞ്ഞു KSU പ്രവർത്തകരെന്നാണ്. അപ്പോൾ അവിടെയും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ പാളയത്തേക്കാണല്ലോ പോകുന്നത്. പാളയത്തെ സ്ഥിതി എന്താണ്? പോലീസ് അനുഗമിക്കുന്നുണ്ടോ? പ്രവർത്തകരെ അനുഗമിക്കുകയാണല്ലോ. സ്റ്റെഫിൻ, പ്രതീക്ഷ ഏതായാലും അയവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലാണ് KSU പ്രവർത്തകർ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനും അത്തരത്തിലൊരു സംശയമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത്. കാരണം ഈ നിയമസഭയുടെ മുന്നിൽ നിന്നും സമരം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടേക്ക് പ്രവർത്തകർ നടന്നു വരുമ്പോൾ ഈ സൈഡിലുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം മുഖമുള്ള ഫ്ലെക്സ് ബോർഡുകൾ തകർത്തിരുന്നു, പോസ്റ്ററുകൾ വലിച്ചു കീറിയിരുന്നു. അതോടൊപ്പം തന്നെ SFI ആരോപിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു എതിർ നീക്കം പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ മുന്നോട്ടേക്ക് കൊണ്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും കൂടുതൽ പോലീസ് പ്രവർത്തകർ ഈ KSU പ്രവർത്തകരെ അനുഗമിച്ച് ആ ഭാഗത്തേക്ക് പോവുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലേക്ക് കൂടെ ഏതായാലും KSU പ്രവർത്തകർ എത്തി നിൽക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതായാലും സമരം അവസാനിപ്പിച്ച പ്രവർത്തകർ പോവുകയാണ് എന്നുള്ളതാണ്. അതിനൊരു നിർദ്ദേശം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ KSUവിൻ്റെ ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുവാനില്ല. എല്ലാ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് പാളയം ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തു നിന്നും വാഹനങ്ങൾ ഈ MG റോഡ് വഴി പാളയത്തേക്ക് വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പാളയത്തു നിന്ന് MG റോഡിലേക്ക് പോകുന്ന കാഴ്ചയും കാണാം. അതിനർത്ഥം ഏതായാലും ഗതാഗതം പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം വലിയ പ്രതിസന്ധിയായിരുന്നു ഈ ഗതാഗത ക്രമീകരണം. നഗരത്തിലാകമാനം നിയമസഭയ്ക്ക് മുന്നിലൂടെയുള്ള റോഡിൽ ഏതാണ്ട് 1-2 മണിക്കൂറുകളായി ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് അവിടെ സമരം നടക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ MG റോഡിലേക്കും ഈ പ്രവർത്തകർ എത്തിയത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോയിരുന്നു. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്ക് പാളയത്തു നിന്നും കാണുവാൻ കഴിയുന്നത്. ഏതായാലും സംഘർഷം ഒഴിഞ്ഞ മട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ചും ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻപിലെ MG റോഡിലും എല്ലാം ഉള്ളത്. പ്രതീക്ഷ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകിയായിരുന്നു. ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചിട്ടില്ല. KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് MG റോഡിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസും അവരെ അനുഗമിക്കുന്നുണ്ട്. KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ നിന്നും യൂണിവേഴ്സിറ്റി കോളേജിന് അകത്തേക്ക് കല്ലെറിഞ്ഞു എന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. SFIയും അവിടെ സംഘടിച്ച് നിൽക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷപരമായ ഒരു അന്തരീക്ഷം സെക്രട്ടേറിയറ്റിന് സമീപത്തു നിന്നും ഒഴിയുന്നു. പ്രവർത്തകർ പിൻവാങ്ങുന്നു. നേതാക്കൾ ഇടപെട്ടതോടുകൂടി പ്രവർത്തകർ പിൻവാങ്ങുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ തത്സമയ വിവരങ്ങളായി ലഭ്യമാകുന്നത്.